പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടി അപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് നടത്താവുന്ന ലാസ്റ്റ് ഡേറ്റ് 12/6/2024 അതിനുശേഷം ആപ്ലിക്കേഷൻ്റെ ഫൈനൽ കൺഫർമേഷൻ നടത്താവുന്ന ലാസ്റ്റ് ഡേറ്റ് 15/6/2024 വരെയുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ തിരുത്താനുള്ള അവസരം LBS നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അത് ജൂൺ 15 ശേഷമായിരിക്കും ലഭിക്കുക. പ്രസിദ്ധീകരിക്കപ്പെട്ട ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ പ്രകാരം 2/7/2024 മുമ്പായിരിക്കും അതിനുള്ള ഡേറ്റ് ഉണ്ടാവുക. നിങ്ങളുടെ അപേക്ഷയിലുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റയും അക്കാഡമിക് ഡാറ്റയും പ്രസിദ്ധീകരിക്കുക 26/6/2024 ആ ഒരു സമയത്താണ് നിങ്ങളുടെ സ്കോറും അതുപോലെ തന്നെ ഇൻഡെക്സ് ഡീറ്റെയിൽസുകളും അറിയാൻ വേണ്ടി സാധിക്കുക. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്, എൻ്റെ സ്കോർ കാണിക്കുന്നില്ല എന്നൊക്കെ. ആ ഒരു സമയത്താണ്, ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡാറ്റ ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കുന്ന സമയത്താണ് അത് നിങ്ങൾക്ക് അപേക്ഷയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ PDF കാണാൻ വേണ്ടി സാധിക്കുക. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാനായി കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലോഗിൻ എന്ന ഒരു ലിങ്ക് കാണാം. അതുവഴിയാണ് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് ലോഗിൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ID എന്നിവ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന ലിങ്ക് കാണാം. അതുവഴി നിങ്ങൾക്കത് ലഭ്യമാകുന്നതായിരിക്കും. നമ്മൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ് നൽകേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ PDF തന്നെ ഇത് ഉണ്ടാകുന്നതായിരിക്കും. പാസ്വേഡ് നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ, അത് പുതിയതായിട്ട് ഉണ്ടാക്കാൻ ഫൊർഗോട്ട് പാസ്വേഡ് എന്നൊരു ലിങ്ക് ഇവിടെ കാണാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ID അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി സൈൻ ഇൻ എന്ന ഐക്കണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ പ്രൊഫൈൽ പേജിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊവിഷണലി. ഈ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ താൽക്കാലികമായിട്ട് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് പരിഹരിക്കാനുള്ള അവസരം പിന്നീട് ലഭ്യമാക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞു ആ കാര്യങ്ങൾ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുന്നത്, താൽക്കാലികമായി റിജക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നത് ഇവിടെ നൽകിയിട്ടുണ്ട്. റിമാർക്സിൽ നൽകിയിട്ടുണ്ട്. ഒന്ന്, EWS സർട്ടിഫിക്കറ്റ് നോട്ട് വാലിഡ്, ക്ലെയിം ഡിനൈഡ്. അപ്പോൾ EWS സർട്ടിഫിക്കറ്റ് ശരിയായിട്ടുള്ളതല്ല അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് EWS റിസർവേഷൻ ലഭിക്കില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായിട്ട് നൽകിയിട്ടുള്ളത് നേറ്റിവിറ്റി ഔട്ട്സൈഡ് കേരള. കേരളീയർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആപ്ലിക്കേഷൻ നൽകുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ഒന്നാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ മാറിപ്പോവുക എന്നുള്ളത്. അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യമേ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഫയൽ നെയിം ചെയ്ത് വെക്കണം, കൃത്യമായിട്ട് നെയിം ചെയ്ത് വെക്കണം. അതുതന്നെ ഓരോന്നിൻ്റെയും സ്ഥാനത്ത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ താൽക്കാലികമായി റിജക്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് നെസസറി ഡോക്യുമെൻറ്റ്സ് മസ്റ്റ് ബി അപ്ലോഡഡ് ഡ്യൂറിങ് കറക്ഷൻ പീരീഡ് ടു അവോയ്ഡ് റിജക്ഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ എന്ന് എഴുതിയത് കാണാവുന്നതാണ്. ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ളത് അപ്ലോഡ് ചെയ്ത് നൽകിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇനി ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ ആണ് എങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് ഗ്രീൻ കളറിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്ന് തന്നെയാണ് എൻ്റെ അപേക്ഷയിൽ കാണിക്കുന്നത് എന്ന്. നിങ്ങൾ പേടിക്കേണ്ടതില്ല. എല്ലാവരുടെയും ആപ്ലിക്കേഷൻ LBS പരിശോധിക്കുന്നതായിരിക്കും. എന്നിട്ട് അതിനുശേഷം വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നതുമായിരിക്കും. ആപ്ലിക്കേഷൻ്റെ കറക്ഷൻ പീരീഡ് വന്നാൽ എല്ലാ ഡീറ്റെയിൽസുകളും എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോന്നായിട്ട് ചെയ്യേണ്ടത് എന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയിട്ടുള്ള ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ വർഷത്തെ LBS BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ഡേഷനുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.